നമുക്ക് ഇന്നത്തെ കുട്ടിത്താരത്തെ പരിചയപ്പെടാം. അപ്പോൾ ആരാണ് ഇന്നത്തെ കുട്ടിത്താരം എന്ന് ചോദിച്ചാൽ, ജീവിതത്തിലെ പരിമിതികളെ ഒക്കെയും കരുത്തായി മാറ്റിയ ഒരു കൊച്ചു മിടുക്കൻ, കോഴിക്കോട് ഫറൂഖ് നാക്കുന്നുപാടത്തെ 5ാം ക്ലാസ്സുകാരൻ ആദികേശവാണ് ഇന്നത്തെ താരം. വലത് കാലും വലത് കൈവിരലുകളും ഇല്ലെങ്കിലും നമ്മുടെ ആദിക്കുട്ടൻ നന്നായി ഡ്രംസ് വായിക്കുകയും ചിത്രം വരയ്ക്കുകയും ഒക്കെ ചെയ്യും. 2022 സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരവും ആദിയെ തേടിയെത്തും. സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വിസ്മയം തീർക്കുകയാണ് ഈ 5ാം ക്ലാസ്സുകാരൻ. യൂട്യൂബിന്റെ മാത്രം സഹായത്തോടെയാണ് ആദികേശവ് ഡ്രംസ് പഠിക്കുന്നത്. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് ആദികേശവ് കൊട്ടിത്തുടങ്ങുന്നത്. കളിപ്പാട്ടമായി വാങ്ങിയ ചെണ്ടയിലും നോൺ സ്റ്റിക് പാത്രങ്ങളിലും പ്ലാസ്റ്റിക്കിലുമായിരുന്നു ആദ്യ പരിശീലനം. ഡ്രംസിനോടുള്ള ഒരു ഇഷ്ടം വന്നു തുടങ്ങിയത് ചെറിയ ചെണ്ടകളില്ലേ, നമ്മൾ ഉത്സവത്തിനൊക്കെ കിട്ടുന്ന, എവിടെ പോയി ഏത് ഉത്സവത്തിന് പോയാലും ചെണ്ടയാണ് ഇപ്പോൾ വാങ്ങാൻ നോക്കുക. ചെറിയ ചെറിയ ചെണ്ടകൾ ഇങ്ങനെ വാങ്ങും. 2-3 എണ്ണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ കൊട്ടി നോക്കും. അപ്പോൾ ആ ഡ്രംസിൻ്റെ സ്റ്റൈലിലാണ് ആ വരുന്നത്. കേശു കൊട്ടുന്നതിന്റെ വീഡിയോ ഫാമിലി ഗ്രൂപ്പിലൂടെ പ്രചരിക്കുകയും പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു. കേശുവിന്റെ കഴിവ് മനസ്സിലാക്കി സിനിമാ താരം ദേവരാജനാണ് ഡ്രംസ് സമ്മാനമായി നൽകിയത്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കുടുംബത്തിന് ആ സമ്മാനം ഒരു അനുഗ്രഹമായി. ഡ്രംസിൽ മാത്രമല്ല, ചിത്രം വരയ്ക്കുന്നതിലും പെയിന്റിംഗിലും അത്ഭുതങ്ങൾ തീർക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. വെറുതെ വരയ്ക്കുമോ ഇന്ന കാരണമൊന്നുമില്ല. എന്താണെങ്കിലും വെറുതെ തോന്നുന്ന സമയത്ത് ഒരു പെയിൻറ് കണ്ട് അതെടുത്ത് വരച്ച് നോക്കും. പിന്നെ കുറേയൊക്കെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് പിന്നെ വരച്ച് പഠിക്കാൻ തുടങ്ങി. പിന്നെ അത് അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയായിട്ടൊക്കെ വരയ്ക്കാൻ തുടങ്ങി. 2022 സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരവും കേശു നേടിയിട്ടുണ്ട്. പരിമിതികളെ വെല്ലുവിളിച്ച് മുന്നേറുകയാണ് ആദികേശവ്. എല്ലാ പിന്തുണയുമായി കുടുംബവും നല്ലൂർ GGUP സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും ഒപ്പമുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.